Welcome to my channel. അപ്പോൾ നമ്മളിതാ നമ്മുടെ ഫോർത്ത് പാർട്ടിലേക്ക് അല്ലേ നമ്മളിപ്പം പ്ലസ് ടുവിൻ്റെ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ലെസനാണ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് പാർട്ട് ഇൻട്രൊഡക്ഷൻ സെക്ഷൻ കഴിഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് സോളിഡ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു പറഞ്ഞത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റത്തെ അതായത് the crystalline solids are classified into molecular, ionic, metallic and covalent solids. Molecular solids പറഞ്ഞു, ionic solids പറഞ്ഞു. Molecular solids നെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു പോളാർ നോൺ പോളാർ എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് വിത്ത് എക്സാമ്പിൾ. Now comes the simple one, metallic solids. മെറ്റാലിക് സോളിഡ്സ് എന്ന് പറയുമ്പോൾ പേര് തന്നെ കിട്ടും. അതെന്താ നമ്മൾ പറയുക, കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് എന്താ ഈ മെറ്റാലിക് സോളിഡ്സിലെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മെറ്റൽ ആറ്റംസ്. നമുക്കറിയാം മെറ്റൽസിൻ്റെ സ്പെഷ്യാലിറ്റി ഉണ്ട്, ദേ ഹാവ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു ഡൊണേറ്റ് ഇലക്ട്രോൺസ്. അപ്പം ഇൻ മെറ്റാലിക് സോളിഡ്സ് ദർ വിൽ ബി ദ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾ വിൽ ബി മെറ്റൽ ആറ്റംസ് ആൻഡ് ഇലക്ട്രോൺസ് വിൽ ബി പ്രസൻറ്റ്. ആര് തമ്മിലാണ് അവിടെ ബോണ്ടിങ് ഉണ്ടാവുക? അവിടെ ഇലക്ട്രോൺസും ഉണ്ട് മെറ്റൽ ആറ്റംസും ഉണ്ട്. ഇതാണ് ഇവരുടെ ഉള്ള എന്ത് കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾ. സോ ദ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾ പ്രസൻറ്റ് ഇൻ മെറ്റാലിക് സോളിഡ്സ് ആർ മെറ്റൽ ആറ്റംസ് ആൻഡ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് ഉണ്ട്, മെറ്റൽ ആറ്റംസ് ഉണ്ട്. ഇനി ഇവരെങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദ മെറ്റൽ ആറ്റം വിൽ ബി സ്റ്റേഷനറി. Metal atom will be in stationary and the electrons are free to move. ആരാണ് അവിടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത്? ഇലക്ട്രോൺസ്. സോ ദ മെറ്റൽ ആറ്റം അല്ലെങ്കിൽ പറയാം the metal atoms or the metal ions are present in a pool of electron. അതായത് ഇലക്ട്രോൺസിൻ്റെ ഒരു പൂളിൻ്റെ ഉള്ളിലുള്ള ഒരു പോസിറ്റീവ് അയോൺസ് ആയിട്ടായിരിക്കും ഇവരുടെ ഒരു അറേഞ്ച്മെൻ്റ് എന്നും പറയാം. സോ ദ മെറ്റാലിക് സോളിഡ്സ് ആർ ദോസ് ഇൻ വിച്ച് ദ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് ആർ മെറ്റൽ ആറ്റംസ് ആൻഡ് ഇലക്ട്രോൺസ് ആൻഡ് ദീസ് മെറ്റൽ ആറ്റംസ് ആർ സ്റ്റേഷനറി ആൻഡ് ദ ഇലക്ട്രോൺസ് ആർ ഫ്രീ ടു മൂവ്. ദിസ് മെറ്റൽ ആറ്റംസ് കോൺട്രിബ്യൂട്ട് ദിസ് ഇലക്ട്രോൺ. ഈ മെറ്റൽ ആറ്റം ആണ് ഇലക്ട്രോൺസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബോണ്ടിങ് എന്തായിരിക്കും? നെക്സ്റ്റ് കംസ് ദ ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ബോണ്ടിങ്? ബോണ്ടിങ് എന്താ? മെറ്റാലിക് ബോണ്ടിങ്. ദർ വിൽ ബി എ മെറ്റാലിക് ബോണ്ടിങ് ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ്. എന്താ ബോണ്ടിങ് ഉള്ളത്? മെറ്റാലിക് ബോണ്ടിങ്. അപ്പോൾ നമ്മളെ മെയിൻ കാര്യങ്ങൾ പറഞ്ഞു എന്തൊക്കെയാണ് നമ്മളൊരു ക്രിസ്റ്റൽ കിട്ടിയാൽ ചിന്തിക്കേണ്ടത്? അതിൽ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾ എന്താ, അതിൽ എന്താണ് ബോണ്ടിങ്. അപ്പോൾ രണ്ട് കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അടുത്തത് എന്താ, നെക്സ്റ്റ് എന്തായിരിക്കും? നമ്മളിപ്പം മെറ്റൽ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾ പറഞ്ഞു, ബോണ്ടിങ് പറഞ്ഞു. ഇനി എന്തായിരിക്കും? ഇനി നമ്മൾ പറയാൻ പോകുന്നത് അവരുടെ പ്രോപ്പർട്ടീസാണ്. എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും? നമുക്കറിയാം മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസ് അതൊക്കെ തന്നെയാണല്ലോ മെറ്റാലിക് സോളിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ദേ ആർ യൂഷ്വലി അവരൊരു നേച്ചർ എന്ന് പറഞ്ഞാൽ പാർഷ്യലി സോഫ്റ്റ് ടു ഹാർഡ്. ചിലത് സോഫ്റ്റ് ആയിരിക്കും, സം ആർ ഹാർഡാണ്. സെക്കൻഡ് വൺ, ദേ ആർ മാലിയബിൾ, ഡക്റ്റൈൽ. എന്താ ഈ മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി? ഇതൊക്കെ നമ്മൾ 8th 9th 10th പഠിച്ച കാര്യമാണ്. മാലിയബിലിറ്റി പറഞ്ഞാൽ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ബി മെയ്ഡ് ഇൻ ടു തിൻ ഷീറ്റ്സ്. അടിച്ചിട്ട് നമുക്കതിനെ പരത്തി ഷീറ്റ് ആക്കാൻ പറ്റും. ദാറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റാലിക് സോളിഡ്സ്. നെക്സ്റ്റ് വൺ ഇസ് ഡക്റ്റിലിറ്റി. ഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ ദേ ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ വയർ. ചെറിയ ചെറിയ വയർ ആക്കാൻ പറ്റും, വയേഴ്സ് ആക്കാൻ പറ്റും. ആരെ? ഇവരെ. പിന്നെ അടുത്ത അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്, ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഇതൊരു 1 മാർക്കിന് ചോദിക്കാം. വൈ മെറ്റാലിക് സോളിഡ്സ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി? യു ക്യാൻ സേ ദാറ്റ് ഇൻ മെറ്റാലിക് സോളിഡ് ദർ ആർ ഫ്രീ ഇലക്ട്രോൺസ് വിച്ച് ആർ ഫ്രീ ടു മൂവ്. അപ്പോൾ ഒരു ഇലക്ട്രോൺസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ദേ ക്യാൻ കണ്ടക്ട് ഹീറ്റ് ആസ് വെൽ ആസ് ഇലക്ട്രിസിറ്റി. ദെൻ ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് ആൻഡ് boiling point. So these are some of the general characteristics of metallic solids. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ചപ്പോൾ in metallic solids the constituent particle are metal atoms and electrons. So we can say that the positive ions are in a pool of electron or the metal atoms are in a pool of electron. ഒരു ഇലക്ട്രോൺസിൻ്റെ പൂളിലാണ് ഈ മെറ്റൽ അയൺസ് പറയുന്നത്. പിന്നെ ഇവിടെയുള്ള ബോണ്ടിങ് എന്ന് പറയുന്നത് മെറ്റാലിക് ബോണ്ടിങ് ആണ്. ഇവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പം ദേ ആർ യൂഷ്വലി ഓർ ദേ ആർ യൂഷ്വലി ദേ റേഞ്ച് ഫ്രം സോഫ്റ്റ് ടു ഹാർഡ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് സോളിഡ്സ് ആണ്. പിന്നെ ദേ ആർ ഡക്റ്റൈൽ, ദേ ആർ മാലിയബിൾ ആൻഡ് ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ദേ ഹാവ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ഇത്രയാണ് മെറ്റാലിക് സോളിഡ്സിൻ്റെ ജനറൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. Then comes covalent solids. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ covalent solids.
എന്തൊക്കെ ഇതും നമുക്കറിയാം. നമ്മൾ എത്രയോ കാലമായി പഠിക്കുന്ന 1-2 ആൾക്കാരുണ്ട്. ഡയമണ്ട്, സിലിക്കൺ, ഡയമണ്ട്, ഗ്രാഫൈറ്റൊക്കെ അതൊക്കെ വരുന്ന ഒരു ഗ്രൂപ്പാണ് കോവാലന്റ് സോളിഡ്സ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇവിടെ പറയാനുള്ളത് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞു കോവലന്റ് സോളിഡ്സിൽ നമ്മൾ എന്നും കേട്ടിട്ടുള്ള ആൾക്കാരാണ് ഡയമണ്ട്, ഗ്രാഫൈറ്റൊക്കെ പറയുന്നത്. അപ്പോൾ ഈ കോവലന്റ് കോമ്പൗണ്ട്സിലെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആരാ? The constituent particles in covalent solids are atoms. Atoms തന്നെയാണ്. ഓഫ് സെയിം ടൈപ്പ് ആവാം. നമുക്കറിയാം ഗ്രാഫൈറ്റ് ഡയമണ്ട് എന്ന് പറയുന്നത് കാർബണിൻ്റെ ഒരു എലോട്രോപ്പാണ്. അതിൽ കാർബൺ മാത്രമാണുള്ളത്. സോ അവിടെ എന്താണ്? The covalent compounds or the covalent solids. Covalent solids are those in which the constituent particles are same atoms ആയിരിക്കാം or different atoms. Same atoms ആയിരിക്കാം, different atoms ആയിരിക്കാം. അപ്പോൾ നമുക്ക് constituent particle. ഇനി അടുത്തത് എന്താ? What's the bonding? And the bonding between the constituent particle is covalent bonding. There will be a strong covalent bonding between the constituent particle. Covalent bonding എന്താ? Mutual sharing of electrons ആണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. So in covalent bond, covalent solid, the constituent particles are atoms of the same type or atoms of ഡിഫറെൻറ്റ് ടൈപ്പ്. ചിലപ്പം ആറ്റംസ് ഓഫ് സെയിം ടൈപ്പ് ആയിരിക്കും, കാർബൺ അങ്ങനെ ബോണ്ടിങ് ഉണ്ടാവും. ചിലപ്പം കാർബൺ സിലിക്കൺ അങ്ങനെ. പിന്നെ കാർബൺ അലൂമിനിയം, AL അങ്ങനത്തെ വേറെയും കുറേ കോമ്പൗണ്ട്സ് കിട്ടും. അലൂമിനിയം നൈട്രേറ്റ് അങ്ങനത്തെ കോമ്പൗണ്ട്സ് ഉണ്ട്. ഞാനിപ്പോൾ പറയുകയാണ്. സോ കോവലന്റ് കോമ്പൗണ്ട്സ് ഓർ കോവലന്റ് സോളിഡ്സ് ആർ ദോസ് ഇൻ വിച്ച് ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആർ ആറ്റംസ് ഓഫ് ദ സെയിം ടൈപ്പ് ഓർ ആറ്റംസ് ഓഫ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് in which they are bound together by strong covalent bond. സ്ട്രോങ് കോവലന്റ് ബോണ്ടിങ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. പിന്നെ അവിടെ നമുക്ക് പറയാനുള്ളത് ഈ കോവലന്റ് ബോണ്ടിങ് എന്താണെന്നറിയോ? ദിസ് കോവലന്റ് ബോണ്ടിങ് ക്യാൻ ഫോം എ 3-dimensional നെറ്റ്വർക്ക് ആയിട്ട്. ഇവരിങ്ങനെ ബോണ്ട് ചെയ്തിട്ട് ഒരു 3-dimensional നെറ്റ്വർക്ക് ആയിട്ട് ഫോം ചെയ്തുകൊണ്ട് ദി ക്യാൻ ഫോം ജയൻറ്റ് മോളിക്യൂൾ. അവർക്കിങ്ങനെ വലിയ ഷേപ്പ്, അപ്പോൾ നമുക്ക് കാണുമ്പോൾ ജയൻ്റ് ആവുന്നില്ല. അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? ദി ക്യാൻ ഫോം ജയൻറ്റ് മോളിക്യുലാർ സോളിഡ്. സോ ദി ആർ ഓൾസോ നോൺ ആസ് ജയൻറ്റ് മോളിക്യൂൾസ്. ഇവരെ നമ്മൾ പറയുന്ന വേറൊരു പേരും കൂടിയാണ്. എന്തുകൊണ്ടാണ് ജയൻറ്റ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്? എന്താ വെച്ചാൽ ഇവരുടെ അറേഞ്ച്മെൻറ്റ്സ് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം. ഗ്രാഫൈറ്റിൻ്റെയും ഈ ഡയമണ്ട് സ്ട്രക്ചർ നോക്കൂ. ഇറ്റ്സ് ഹാവിങ് എ 3-dimensional അറേഞ്ച്മെൻറ്റ്. എന്നിട്ടൊരു വലിയ ഹ്യൂജ് മോളിക്യൂളായിട്ട് നിൽക്കുകയാണ്. അവരുടെ ഒരു അറേഞ്ച്മെൻറ്റ്സും ഉണ്ട്. സോ ദേ ആർ ഓൾസോ കോൾഡ് ആസ് giant molecule. They are also known as network solids. ഇങ്ങനെ 3-dimensional അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി വലിയ giant molecules ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇവരെ നെറ്റ്വർക്ക് സോളിഡ്സ് എന്നും ആരെ പറയാം? ഈ കോവലന്റ് ബോണ്ട്സ്, കോവലന്റ് സോളിഡ്സ്. ഇത് നമുക്ക് ഡയമണ്ടിൻ്റെ ഗ്രാഫൈറ്റിൻ്റെ പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം ഇവർക്ക് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് ഒന്ന് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഡയമണ്ട്, പിന്നെ കാർബോറൻറ്റം എന്ന് പറയും. കാർബോറൻറ്റം ഇതിൻ്റെ ഫോർമുല എന്താണെന്ന് വെച്ചാൽ സിലിക്കൺ കാർബൈഡ് എന്ന് പറയുന്നതാണ് കാർബോറൻറ്റം. പിന്നെ ഉള്ളത് നമ്മുടെ ഗ്രാഫൈറ്റ്. ഈ 3 ആൾക്കാരാണ് ഈ കോവലൻസ്. കുറേ ഉണ്ട് കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ നമ്മളൊരു 3 എക്സാമ്പിൾ ആലോചിച്ച് വെക്കുന്നത്. ഒന്ന് ഡയമണ്ട്, ഒന്ന് കാർബോറൻറ്റം, സിലിക്കൺ കാർബൈഡ്, കാർബോറൻറ്റം ആൻഡ് ദെൻ കംസ് ഗ്രാഫൈറ്റ്. ഇനി നമുക്ക് ഈ കോവലന്റ് സോളിഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. സ്ട്രോങ് ബോണ്ടിങ് ആയതുകൊണ്ട് ദേ ആർ ഹാർഡ്, they have high melting and boiling point. They are bad conductors of heat and electricity. എല്ലാവരെയും കാര്യം ഞാൻ പറഞ്ഞില്ല. They are bad conductors of heat and electricity. Why they are bad conductors of heat and electricity? Because they have a strong covalent bond. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ അവിടെ പാസ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഇലക്ട്രോൺസോ അയോൺസോ ആരെങ്കിലും വേണം. ഇവിടെ ആരുമില്ല. They have a strong covalent bond. So they are bad conductors of heat and electricity. Diamond and carborundum, that is silicon carbide, a typical example of covalent solids. Diamondum, silicon carbideum, typical example of covalent solids ആണ്. ബട്ട് ഗ്രാഫൈറ്റ് ഈസ് എൻ എക്സെപ്ഷൻ. ഇതും നമ്മൾ കുഞ്ഞു മുതൽ പഠിക്കുന്നുണ്ട്, ഒരു 8th 9th ഡയമണ്ട് ഇസ് എ ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, ബട്ട് ഗ്രാഫൈറ്റ് ഇസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അത് തന്നെയാണ് ഇവിടെയും പ്രശ്നം. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ദോ ഇറ്റ് ഇസ് എ കോവലന്റ് സോളിഡ്, ഇറ്റ്സ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. വൈ? എന്തുകൊണ്ടാണ് അത് പറയണമെങ്കിൽ വി ഹാവ് ടു സീ ദ സ്ട്രക്ചർ ഓഫ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റിൻ്റെ സ്ട്രക്ചർ അറിയണം. യു ക്യാൻ സീ ദ സ്ട്രക്ചർ ഓഫ് ഗ്രാഫൈറ്റ്. ഇവിടുത്തെ സ്ട്രക്ചറിൽ നോക്കൂ. ഈ ബോൾസ് പോലെ കാണിക്കുന്നതൊക്കെ ഈച്ച് ആൻഡ് എവറി കാർബൺ ആറ്റം. ദ കാർബൺ ആറ്റം ഇസ് അറ്റാച്ച്ഡ് വിത്ത് 3 നെയ്ബറിങ് കാർബൺ ആറ്റം. ഓരോ ലെയറിലെ കാർബൺ ആറ്റം 3 കാർബൺ ആറ്റമായിട്ട് ബോണ്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് അപ്പോൾ എന്തായി?
ഒരു ഈ ഫ്രീ ഇലക്ട്രോൺസ്, അതായത് ഒരു ബോണ്ടിങ് അവിടെ നടന്നില്ല. നമുക്കറിയാം കാർബണിന് 4 ഇലക്ട്രോൺസ് ഉണ്ട്, അത് 4ഉം സാറ്റിസ്ഫൈ ചെയ്യണം. പക്ഷേ ഈ ഒരു ഗ്രാഫൈറ്റിൻ്റെ കേസിൽ 3 കാർബൺ ഈച്ച് കാർബൺ ആറ്റം ഇസ് അറ്റാച്ച്ഡ് ടു ദി 3 അതർ കാർബൺ ആറ്റം ബട്ട് 1. അവിടെ ഒരു വാലൻസി നിൽക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ദർ വിൽ ബി ഫ്രീ ഇലക്ട്രോൺസ്. അവിടെ ഒരു ഫ്രീ ഇലക്ട്രോൺസ് ആർ അവൈലബിൾ ഇൻ ഈച്ച് ലെയർ. ഈ ഒരു ഫ്രീ ഇലക്ട്രോൺസ് അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഗ്രാഫൈറ്റിൽ ഈസിലി ആയിട്ട് കറണ്ടോ അല്ലെങ്കിൽ ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ ഡയമണ്ടിൻ്റെ സ്ട്രക്ചറും നോക്കാം. ഇൻ ഡയമണ്ട് ഈച്ച് കാർബൺ ആറ്റം ഇസ് കോവലൻ്റ്ലി ബോണ്ടഡ് വിത്ത് ദ 4 അതർ കാർബൺ ആറ്റം. ഓരോ കാർബൺ ആറ്റവും 4 അതർ കാർബൺ ആറ്റമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഗ്രാഫൈറ്റ് ഈച്ച് കാർബൺ ആറ്റം ഇസ് അറ്റാച്ച്ഡ് ടു 3 അതർ കാർബൺ ആറ്റം. So there will be availability of free electron, and these free electrons are responsible for the conduction of heat and electricity. Bonding complete covalent bonding, and this is why graphite is a good conductor of heat electricity and diamond is a bad conductor of heat and electricity. ഇനി അതേപോലെ തന്നെ ഇവരൊക്കെ ഹാർഡാണ്. ബട്ട് നമ്മൾ ഈ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് സ്ലിപ്പറി ആണ്, സോഫ്റ്റ് ആണ്. എന്തുകൊണ്ടാണ്? ഇവരുടെ അറേഞ്ച്മെൻറ്റിൽ 1 ലെയർ ക്യാൻ സ്ലൈഡ് ഓവർ ദി അത്. ഇവരൊരു അറേഞ്ച്മെൻറ്റിനല്ല 3 ഡയമെൻഷനിൽ ലെയേർഡ് ആയിട്ടുള്ള. അപ്പോൾ ഒരു ലെയറിന് മറ്റൊരു ലെയറിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്യാനൊക്കെ പറ്റുന്നത് കൊണ്ട് അവരുടെ അറേഞ്ച്മെൻറ്റിൻ്റെയാണത്. ദാറ്റ്സ് വൈ ദേ ആർ സോഫ്റ്റ് ആൻഡ് സ്ലിപ്പറി. അതുകൊണ്ട് തന്നെയാണ് അവരെ സോളിഡ് ലൂബ്രിക്കൻ്റ് ആയിട്ടും യൂസ് ചെയ്യുന്നത് ഈ ഗ്രാഫൈറ്റിന്. അപ്പോൾ കാര്യം മനസ്സിലായി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ക്രിസ്റ്റലൈൻ സോളിഡ്സ്, മോളിക്കുലർ, അയണിക്, മെറ്റാലിക് ആൻഡ് കോവലന്റ് സോളിഡ്സ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു കോളം കാണിച്ചു തരാം. അത് തന്നെ നോക്കി പഠിച്ചോളൂ, ഈസിയാണ്. എന്തൊക്കെയാണുള്ളത്? ടൈപ്സ് ഓഫ് സോളിഡ്സ്. ഫസ്റ്റ് വൺ അല്ലേ, അതിലെന്തൊക്കെയാണ്? മോളിക്കുലർ സോളിഡ്. മോളിക്കുലർ സോളിഡ്സിൽ നോൺ പോളാറും ഉണ്ട്, പോളാറും ഉണ്ട്. അവരെ പാർട്ടിക്കിൾസ് ഏതാണ്? നമുക്കറിയാം മോളിക്കുലർ സോളിഡ്സിൽ മോളിക്യൂൾസ് ആണ് പാർട്ടിക്കിൾസ്. പിന്നെ നമ്മൾ അവിടെ എന്ത് പറഞ്ഞു? അവരുടെ ഫോഴ്സിൽ അവരെ ബൈൻഡിങ് അല്ലെങ്കിൽ അവരെ അട്രാക്റ്റിംഗ് ഫോഴ്സ് എന്താ? ഡിസ്പേർഷൻ ഓർ ലെങ്ത് ആൻഡ് ഫോഴ്സ് എന്ന് ഞാൻ പറഞ്ഞു. ഡിസ്പേർഷൻ ഫോഴ്സ് ആവാം, ലെങ്ത് ആൻഡ് ഫോഴ്സ് ആവാം. പിന്നെ നമ്മൾ പറഞ്ഞു ഈ പോളാറിൽ തന്നെ ഡൈപോൾ ഇൻട്രാക്ഷൻ ഫോഴ്സ് ഉണ്ട്. അതൊന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഓപ്പോസിറ്റീവ്ലി ചാർജ്, അതായത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ള പാർട്ടിക്കിൾസിന്. പിന്നെ നമ്മൾ അതിൽ തന്നെ പോളാറിൽ പറഞ്ഞു ഹൈഡ്രജൻ ബോണ്ടഡ്. അതും നമുക്ക് ഈസി ആയിട്ട് ഓർക്കാം, അവിടെ എന്താണ്? ഹൈഡ്രജൻ ബോണ്ട് ആയിരിക്കും. ഇനി ഇതിൽ നോൺ പോളാറിന് എക്സാമ്പിളാണ് നമ്മുടെ കാർബൺ ടെട്രാക്ലോറൈഡ്, H2, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ അതിനുള്ള എക്സാമ്പിളാണ്. ഇനി ഡൈപോൾ അല്ലെങ്കിൽ പോളാർ മോളിക്യൂൾസിനാണ് HCl, SO2, അതൊക്കെ അതിനുള്ള എക്സാമ്പിൾസ് ആണ്. ഞാൻ പറഞ്ഞു ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉള്ളവർ. പിന്നെ ഹൈഡ്രജൻ ബോണ്ട്, വാട്ടർ, അതും ഈസിയാണ്. ഇനി അവരുടെ ഫിസിക്കൽ നേച്ചർ നമുക്കറിയാം, സോഫ്റ്റ് ആണ് നോൺ പോളാറും, പോളാർ സോഫ്റ്റ് ആണ്. ഹൈഡ്രജൻ ബോണ്ടഡ് സ്ട്രോങ് ആണെന്നും നമ്മൾ പറഞ്ഞു, ബിക്കോസ് ഹൈഡ്രജൻ ബോണ്ട് ഇസ് കമ്പാരിറ്റീവ്ലി മോർ സ്ട്രോങ്ങർ ദാൻ ദാറ്റ് ഓഫ് ഡൈപോൾ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്പേർഷൻ ഫോഴ്സിനേക്കാണ്. പിന്നെ ഇവരുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ആണ്. ഇവരൊക്കെ ഇൻസുലേറ്റേഴ്സ് ആർ, ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. എന്തുകൊണ്ടാണ്? അവർക്ക് ഫ്രീ ഇലക്ട്രോൺസോ അയോൺസോ ഒന്നുമില്ല മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അവരുടെ മെൽറ്റിംഗ് പോയിന്റ് വെരി ലോ ആണ് നോൺ പോളാറിൽ കമ്പയർഡ് ടു നോൺ പോളാറിന് കുറച്ച് കൂടുതൽ, എന്നാലും നമുക്ക് ലോ എന്ന് പറയാം. ഹൈഡ്രജൻ ബോണ്ടും എന്താണ്? ലോ ആണ്. ഇനി അയണിക് സോളിഡ്സിൽ അയോൺസ് ആണ്, കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ. നമുക്ക് പറയാം കോളുംബിക് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് അയണിക് സോൾട്സിൽ. അയണിക് സോളിഡ്സ് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിൽ സോഡിയം ക്ലോറൈഡ് എന്ന് വെച്ചത് Na+Cl-. അപ്പോൾ നമ്മുടെ എല്ലാ പോയിന്റ്സും നമുക്ക് വരും. NaCl, മെഗ്നീഷ്യം സൾഫേറ്റ്, മെഗ്നീഷ്യം ഓക്സൈഡ്, സിങ്ക് സൾഫേറ്റ്, കാൽഷ്യം ഫ്ലൂറൈഡ്, സം ഓഫ് ദി എക്സാമ്പിൾസ് ഓഫ് ദിസ്. പിന്നെ ഇവരെന്തായിരിക്കും? നമ്മുടെ ഉപ്പിൻ്റെ കുറച്ച് കല്ല് ചിന്തിച്ചാൽ മതി. ഉപ്പ് കല്ല്, സോഡിയം ക്ലോറൈഡൊക്കെ ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ആ പൊടിഞ്ഞു പോകും, ബട്ട് ദേ ആർ ഹാർഡ്. പിന്നെ ഇൻസുലേറ്റേഴ്സ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. അപ്പം നമ്മൾ പണ്ട് പഠിച്ച കാര്യം ആലോചിച്ചാൽ മതി. സോളിഡ്, അതായത് സോഡിയം ക്ലോറൈഡ് ആസച്ച് എന്ത് ചെയ്യില്ല, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല. ബട്ട് ഇൻ ദ മോൾട്ടൻ സ്റ്റേറ്റ് ഓർ ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ് ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി എന്നറിയാം. അപ്പോൾ ഇൻസുലേറ്റേഴ്സ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ബട്ട് കണ്ടക്ടേഴ്സ് ഇൻ മോൾട്ടൻ സ്റ്റേറ്റ് ആൻഡ് ഇൻ എക്വസ് സൊല്യൂഷൻ. അവരുടെ മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞ മെറ്റാലിക് സോളിഡ്സിൽ പോസിറ്റീവ് അയോൺസ് ഇൻ എ സീ ഓഫ് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ്, അതായത് മൂവ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിൻ്റെ ഉള്ളിലുള്ള
പോസിറ്റീവ് അയോൺസ് ആണ്. അവിടെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ മെറ്റാലിക് ബോണ്ടിങ് ആണ്. എല്ലാ മെറ്റൽസും ഇതിൽ അവർ അയേൺ, കോപ്പർ, അലൂമിനിയം, സിങ്ക്, മെഗ്നീഷ്യം അവരെന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി? ഹാർഡ് ബട്ട് മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ. ഹാർഡ് ആണെങ്കിലും അവരെ നമുക്ക് അടിച്ചിട്ട് ഷീറ്റാക്കാനും പറ്റും, വയേഴ്സാക്കി ഡ്രോൺ ചെയ്യാനും പറ്റും. ദെൻ കണ്ടക്ടേഴ്സ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ആസ് വെൽ ആസ് ഇൻ മോൾട്ടൺ സ്റ്റേറ്റ്. അവർ രണ്ട്, അതായത് സോളിഡ്, നമുക്കറിയാം മെറ്റൽസ് കണ്ടക്ട് ചെയ്യും സോളിഡ് സ്റ്റേറ്റ് ആയാലും അല്ലെങ്കിൽ അവരിനി മോൾട്ടൺ സ്റ്റേറ്റ് ആയാലും. ഫെയർലി ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ദെൻ കോവലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ് ഓർ ജയന്റ് മോളിക്യൂൾസ് ഒക്കെ പറഞ്ഞ ഇവരാണ്. ഇവരിലെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഇൻ ദ ആറ്റംസ് കോവലന്റ് ബോണ്ടിങ് ആണ്. സിലിക്കൺ ഡയോക്സൈഡ് ക്വാർട്സ് എന്ന് പറയും. സിലിക്കൺ കാർബൈഡ് അതാണ് നമ്മുടെ കാർബോറണ്ടം. ദെൻ കാർബൺ, ഡയമണ്ട്, ഗ്രാഫൈറ്റ്. ദെൻ അലൂമിനിയം നൈട്രൈറ്റ്, ALN, അലൂമിനിയം നൈട്രൈറ്റ് ഇതിന് എക്സാമ്പിളാണ്. ഹാർഡാണ്. ഇൻസുലേറ്റേഴ്സ് ആണ്. ഇൻസുലേറ്റേഴ്സ് വെരി ഹൈ മെൽറ്റിംഗ് പോയിന്റ്. അപ്പോൾ അതിൽ ഗ്രാഫൈറ്റിനെ മാത്രം നമ്മൾ സെപ്പറേറ്റ് പറയണം. സോഫ്റ്റ് ആണ്. കണ്ടക്ടർ എക്സെപ്ഷൻ ആണ് എന്നുള്ളത് കാര്യം നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഒരു കോളം ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് ഈ കോളം എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ മനസ്സിലാവാത്ത കാര്യങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മുടെ ഈ ബോർഡിൽ കാണിക്കുന്ന പരിപാടി നിർത്തിയിട്ട് നമ്മൾ പേപ്പറിൽ വെച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്ന. കാരണം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാക്കി ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഇനി എങ്ങനെ എൻട്രൻസ് ഓറിയൻറ്റഡോ നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. അപ്പം നന്നായി പഠിക്കുക. മനസ്സിലാവാത്ത കാര്യങ്ങൾ കമൻറ്റ് സെക്ഷനിൽ